എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് മൂന്നാമത്തെ ലെസണാണ്. ഫ്രാക്ഷൻസ് ആണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ഫ്രാക്ഷൻ എന്നാൽ എന്താണ്? ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഭിന്നസംഖ്യ എന്ന് പറയും. ഈ ഫ്രാക്ഷൻ എന്താണെന്ന് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും ഇല്ലേ? എന്നാൽ ഞാൻ ഇതിന് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതിപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു കേക്ക് ആണെന്ന് വിചാരിക്കുക. റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളതാണ് ഒരു കേക്ക് ആണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ബർത്ത്ഡേക്ക് വീട്ടിൽ കുറച്ച് ഏറ്റവും അടുത്ത ഫ്രണ്ട്സും അങ്ങനെ കുറച്ച് തൊട്ടപ്പുറത്തെ അയൽവക്കത്തെ കുറച്ച് പേരും നമ്മുടെ വീട്ടിലത്തെ ഫാമിലി മെമ്പേഴ്സും മാത്രമായിട്ടുള്ള ഒരു ബർത്ത്ഡേ പാർട്ടി, വലിയ കാര്യമായിട്ടുള്ള ആഘോഷമൊന്നുമല്ല. അപ്പോൾ ഇതിൽ ഞാൻ 1 2 3 4 5 6 7 8 9 അപ്പോൾ 18. അപ്പോൾ ഇത് 18 പീസസ് ആയിട്ടാണ് ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാവർക്കും കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിതിനെ ഒരു പീസിനെ എന്ത് പറയും? ഒരു പീസിന് നമ്മൾ എന്താ പറയുക? ഒരു കഷ്ണം കേക്ക് എന്ന് പറയാം. അല്ലാണ്ട് ഒരു കേക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു കേക്ക് എന്ന് പറയുന്നത് മുഴുവനായി അല്ലേ? അപ്പം ഇതിന് ഒരു കഷ്ണം എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കഷ്ണത്തിനെ മലയാളത്തിൽ നമ്മുടെ ഭാഷയിൽ ഒരു കഷ്ണം എന്ന് പറയും, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഒരു പീസ് എന്ന് പറയും. ഇനി കണക്കിൻ്റെ ഭാഷയിൽ, മാത്സിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇതിന് എന്തെന്നാ പറയുക? അതിനു വേണ്ടി ഇങ്ങനെയുള്ളതിനെ നമുക്ക് കാണിക്കാൻ, ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഫ്രാക്ഷൻ. ഇങ്ങനെയുള്ള സാധനങ്ങളെ, ഇതിൻ്റെ അളവ്, ഇത് എത്ര ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രാക്ഷൻസ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിനെ എത്ര ഭാഗം എന്ന് പറയും? മൊത്തം എത്ര പീസ് ഉണ്ട് എന്ന് ആദ്യം നോക്കണം. ഒരു കേക്കിനെ അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും ഒരു സാധനത്തിനെ എത്ര ഭാഗങ്ങളായിട്ട് ഭാഗിച്ചു? തുല്യമായിട്ട് ഭാഗിക്കുന്നതാവണം. തോന്നിയ പോലെ ഭാഗിച്ചാൽ ശരിയാവില്ല. തുല്യമായിട്ട് എത്ര ഭാഗങ്ങളായിട്ട് ഭാഗിച്ചിട്ടുണ്ട് എന്ന് നോക്കണം. അപ്പോൾ ഇത് മൊത്തം 18 ആണ് അല്ലേ? 1 2 3 4 5 6 7 8 9 പ്ലസ് 9 18. അപ്പോൾ നമ്മൾ സാധാരണ ഫ്രാക്ഷൻ എങ്ങനെ എഴുതുക അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ വെറുതെ ഒന്ന് പറയാണ്. ഒരു ലൈൻ ഇടും അല്ലേ? സെൻറ്ററിൽ ഒരു ലൈൻ ഉണ്ടാവും, അതിൻ്റെ മുകളിൽ ഒരു നമ്പർ ഉണ്ടാവും, അടിയിൽ ഒരു നമ്പർ ഉണ്ടാവും. അങ്ങനെയല്ല നമ്മൾ ഫ്രാക്ഷൻ എഴുതുക. അപ്പോൾ ഇതിൽ മൊത്തം എത്ര പീസ് ഉണ്ടോ അതാണ് നമ്മൾ താഴെ എഴുതുന്നത്. മൊത്തത്തിൽ എത്ര പീസ് നമ്മൾ എണ്ണിയപ്പോൾ 18 കിട്ടി. ഇതിലത്തെ ഒരു കഷ്ണം നമ്മൾ തിന്നു, അതായത് നിങ്ങൾ കഴിച്ചു. ആരുടെയാണോ ബർത്ത്ഡേ ആ ആൾ കഴിച്ചു. അപ്പം എന്താ പറയുക? ഞാനൊരു കഷ്ണം കേക്ക് തിന്നു എന്ന് പറയും. നമ്മൾ മാത്സിൻ്റെ ഭാഷയിൽ എന്ത് പറയും? ഞാൻ എത്ര ഭാഗം കഴിച്ചു? ഒരു പീസാണ്. 18 പീസിലത്തെ ഒരു പീസ് എന്ന് പറയുമ്പോൾ 1/18. ഞാൻ കഴിച്ചത് 1/18 ആണ് എന്ന് പറയും. ഒരു കേക്കിൻ്റെ 1/18 ഭാഗം ഞാൻ കഴിച്ചു. നമ്മുടെ അച്ഛൻ ഒരു പീസ് കഴിച്ചു, അമ്മ ഒരു പീസ് കഴിച്ചു. അപ്പം അച്ഛൻ എത്ര പീസ് കഴിച്ചു എന്ന് പറയുമ്പോൾ അടുത്ത പീസ് ഒരു കഷ്ണം അച്ഛൻ കഴിച്ചത്. അപ്പം അച്ഛനും ഒരു കഷ്ണം കഴിച്ചത്. അപ്പോൾ 1 എത്ര ഭാഗമുണ്ട്? മൊത്തം 18. 1/18 തന്നെയാണ് അച്ഛനും കഴിച്ചിട്ടുള്ളത്. അമ്മ ഒരു പീസ് തന്നെയാണ് കഴിച്ചത്. അപ്പം അമ്മേനെ നമ്മൾ എന്ത് പറയും? 1/18 തന്നെ പറയും. ഇനി നമുക്കൊരു കുഞ്ഞനിയനുണ്ട്, അവനൊരു 2 പീസ് കഴിച്ചു എന്ന് വിചാരിക്കുക. അപ്പം അവൻ കഴിച്ചത് എത്ര ഭാഗമാണ് കേക്കിൻ്റെ? അവൻ 2 പീസസ് കഴിച്ചു. മൊത്തം എത്ര പീസ് ഉണ്ട്? 18. അപ്പോൾ ഒരു കേക്കിനെ 18 പീസാക്കിയിട്ട് അതിലത്തെ 2 പീസ് അനിയൻ കഴിച്ചു. അങ്ങനെ മനസ്സിലായില്ലേ? ഇതാണ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ 2 നമ്പേഴ്സിൻ്റെ ഇടയിൽ ഒരു വര വരച്ചിട്ടാണ് നമ്മൾ എഴുതുക. അപ്പോൾ മുകളിൽ കിടക്കുന്ന ആ നമ്പറിനെ എന്ത് പറയും? ന്യൂമറേറ്റർ എന്ന് പറയും. താഴെ കിടക്കുന്നതിനെ ഡിനോമിനേറ്റർ എന്ന് പറയും. മലയാളത്തിലാണെങ്കിൽ അംശം, ഛേദം. മുകളിൽ കിടക്കുന്നതിന് അംശം എന്ന് പറയും, താഴെ കിടക്കുന്നതിന് ഛേദം എന്ന് പറയും. 1/18 എന്നാൽ അപ്പോൾ 1 ന്യൂമറേറ്റർ ആണ്, 18 ഡിനോമിനേറ്റർ ആണ്. ഇനി 1/18 എന്ന് പറഞ്ഞാൽ ഈ ബൈക്ക് വേറൊരു മീനിങ് കൂടി ഉണ്ട്. 1/by എന്നുള്ള അർത്ഥം കൂടി ഉണ്ട്. അപ്പം ഇതിനെ നമുക്ക് ഇങ്ങനെയും എഴുതാം, 1/18. മനസ്സിലായ? ഇങ്ങനെയും പറയും. 1/18 എന്നിട്ടാൽ ശരിക്കും 1/18 എന്നാണ് ശരിക്കും അർത്ഥം. അത് നിങ്ങൾക്കിങ്ങനെ ഫ്രാക്ഷനെ പോയിന്റ്, അതായത് ദശാംശ സംഖ്യയിലേക്ക് മാറ്റാനും ദശാംശത്തിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റാനും അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല അത്. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മളിതിനെ പോയിന്റ് ഇട്ടുള്ള സംഖ്യകളാക്കി മാറ്റില്ലേ? അങ്ങനെ മാറ്റുമ്പോൾ നമ്മളിതിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മളതിനെ മാറ്റുക. അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും. അപ്പം ഇങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായാലും ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഇനി ഇത് പാഠത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പം ഇതിൽ
സിമ്പിൾ ആയിട്ടുള്ള ഫ്രാക്ഷൻസ് യൂസ് ചെയ്തിട്ടുള്ള മൾട്ടിപ്ലിക്കേഷനും അഡിഷനും ഒക്കെയാണ് ചെയ്യാനുള്ളത്. ഓരോന്നും എത്ര ഭാഗമാണ് എന്നൊക്കെ കണ്ടുപിടിക്കാനാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ലെസൺ ആണിത്. പക്ഷെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന മെത്തേഡ് എന്ന് പറയുമ്പോൾ അത് വെച്ച് ചെയ്യാന്ന് പറയുമ്പോൾ എനിക്ക് ടെക്സ്റ്റിലത്തെ മെത്തേഡ് അത്രയും അങ്ങോട്ട് അതൊരു സുഖമില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു രീതിയിലാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ എൻ്റെതായ ഒരു രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി ഇത് മനസ്സിലാവും, അത് ഇത്ര ഉള്ളൂ എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ലെസണിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അത് നന്നായി മനസ്സിലാവുന്നുണ്ടെങ്കിൽ മറ്റുള്ള ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, ഇനി മില്ലിമീറ്റർ, ലിറ്റർ, അല്ലെങ്കിൽ മീറ്റർ, കിലോമീറ്റർ, അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ, പിന്നെന്താ ഗ്രാം, കിലോഗ്രാം, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? എത്ര ഗ്രാം ആണ് ഒരു കിലോഗ്രാം എന്ന് പറയുന്നത്? 1000 ഗ്രാം ആണ് ഒരു കിലോഗ്രാം അല്ലേ? അപ്പൊ നമ്മൾ 1/2 കിലോ, 1 കിലോ വേണ്ട നമുക്ക്, നമ്മൾ 1/2 കിലോ പരിപ്പ് വാങ്ങിക്കാൻ പോയി കടയിലേക്ക്, 1/2 കിലോ. അപ്പൊ 1/2 കിലോ എന്ന് നമ്മൾ ഇങ്ങനെ എഴുതാ 1/2, ഇങ്ങനെ ചെരിച്ചും ഇടാം, ഇങ്ങനെ ഇട്ടാലും ശരി തന്നെയാണ്, ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. അപ്പൊ നമ്മൾ 1/2 കിലോഗ്രാം എന്ന് പറയും. അപ്പൊ 1/2 കിലോഗ്രാം ആണെങ്കിൽ ഈ ഗ്രാമിൽ അത് എത്രയാവും? 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാംസ് ആണ്. അപ്പൊ അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ 1000ന്റെ പകുതി എത്ര വരും? 500 ഗ്രാംസ് വരും അല്ലേ? ഇനി 1/4 കിലോഗ്രാം ആണെങ്കിലോ, 1/4 കിലോഗ്രാം ആണ് ഇതിന്റെ പകുതിയാവും. അപ്പൊ 250 ഗ്രാം വരും. പിന്നെ 1/4 കിലോഗ്രാം നമ്മൾ എങ്ങനെ എഴുതാ? 1/4. അതായത് നമ്മൾ 1/2 എന്ന് പറയുമ്പോൾ എന്തായാലും അർത്ഥം മൊത്തം ഉള്ളതിനെ ഒരു കിലോഗ്രാം അതിനെ നമ്മൾ 2 തുല്യ ഭാഗങ്ങളായിട്ട് അതിലത്തെ ഒരു ഭാഗം, മൊത്തം 1000 ഗ്രാംസ് ഉണ്ടായിരുന്നു, അതിന് തുല്യമായിട്ട് 2 ഭാഗമാക്കി. അപ്പോൾ 500 ഗ്രാം 500 ഗ്രാം വരും, അതിലത്തെ ഒരു ഭാഗം, അതാണ് അര, പകുതി. 1/4 എന്ന് പറയുമ്പോഴോ 4 അടിയിലുള്ള ഡിനോമിനേറ്റർ ഉണ്ടല്ലേ 4. അപ്പൊ ഒരെണ്ണത്തിനെ തുല്യമായ 4 ഭാഗങ്ങളാക്കിയിട്ട് അതിലത്തെ ഒരു ഭാഗം, അതാണ് 1/4 ഭാഗം. 1/4 ക്വാർട്ടർ. അരയാണെങ്കിൽ ഹാഫ് എന്ന് പറയും. 1/4 എന്ന് പറയുമ്പോൾ 1/4 ഭാഗം എന്ന് പറയും നമ്മൾ മലയാളത്തിൽ. ഇംഗ്ലീഷിൽ എന്ന് പറയും ക്വാർട്ടർ എന്ന് പറയും. അതിനെ ഗ്രാമിലേക്ക് മാറ്റുമ്പോൾ എന്തായി? 250 ഗ്രാം. ഇതേപോലെ തന്നെയാണ് മില്ലിയും ലിറ്ററും. 1000 മില്ലി ml ആണ് 1 ലിറ്റർ എന്ന് പറയുന്നത്. അപ്പോ 500 ml എന്ന് പറഞ്ഞാൽ എന്താണ്? അര അല്ലെ? 1/2 ലിറ്റർ എന്ന് പറയാം. ഇനി 250 ml ആണെങ്കിലോ അതിന്റെ പകുതി, 1000ന്റെ 4 ഭാഗങ്ങളാക്കുമ്പോഴാണ് 250 വീതം വരുന്നത്. അപ്പൊ 250 പറയുന്നത് എത്ര? 1/4. ഇനി അരയും കാലും മാത്രമല്ലല്ലോ, നമ്മൾ വേറൊരു ഇത് കൂടി പറയാറില്ലേ, നമ്മൾ എന്താ പറയാ? മുക്കാല് പറയില്ലേ നമ്മള്. അപ്പൊ മുക്കാൽ എന്ന് പറയുമ്പോൾ, മുക്കാൽ ഭാഗം എന്ന് പറയുമ്പോൾ എന്താ? 750 ml. 750 ml നമ്മൾ എന്ത് പറയും? 3/4. അതായത് ഒരു സാധനത്തിനെ 4 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് അതിലത്തെ 3 ഭാഗം, അതാണ് മുക്കാൽ അല്ലെ? അപ്പം ഇതൊരു സ്ക്വയറിന് 4 ഈക്വൽ, ഇത് ഈക്വൽ ഒന്നും അല്ല, ഒരു തരക്കേടില്ലാത്തത് വന്നില്ലേ. ഇതിലത്തെ 4 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് അതിലത്തെ 3 ഭാഗം. ഇതിപ്പോ 4 ഈക്വൽ പാർട്സ് ആയിട്ടുണ്ട്, അതിലത്തെ 3 ഭാഗം, ഇത്രയും ഭാഗം. ഇതിനാണ് നമ്മൾ മുക്കാൽ എന്ന് പറയാം. മുക്കാൽ എന്ന് എങ്ങനെ നമ്മൾ എഴുതും? 3/4. 4 പാർട്സ് ആക്കിയിട്ട് അതിലത്തെ 3 ഭാഗം. ഒരെണ്ണത്തിന്റെ മുക്കാൽ ഭാഗം ഞാൻ തിന്നു എന്ന് പറയുകയാണെങ്കിൽ മുക്കാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായി, 4 ഈക്വൽ പാർട്സ് ആയിട്ട് എടുത്തത്. അപ്പൊ അതിനെ മില്ലി, ഇപ്പൊ ലിറ്റർ ആണെങ്കിൽ മുക്കാൽ ലിറ്റർ എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ മില്ലിയിൽ എന്ത് പറയും? 750. അതായത് 1000നെ 4 ഈക്വൽ പാർട്സ് ആക്കി 250 വരും. അതിലത്തെ 3 എന്ന് പറയുമ്പോൾ 3 250കൾ തമ്മിൽ ആഡ് ചെയ്യാം. 3 250കൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 750. അപ്പൊ 750 ml വന്നു. മനസ്സിലായോ? പേജ് നമ്പർ 28 നോക്കി, താഴെ തന്നെ ഒരു പ്രോബ്ലം എടുക്കുന്നുണ്ട്. വാട്ട് ഈസ് ദ ടോട്ടൽ വെയിറ്റ് ഓഫ് 2 പീസസ് ഓഫ് പംകിൻ ഈച്ച് വെയിങ് 250 grams? 2 പീസ് പംകിൻ ഇരിക്കുന്നുണ്ട്.
ആ 2 പീസിന്റെ ഓരോ പീസും എത്ര വീതമുണ്ട്? 250 ഗ്രാം വീതമുണ്ട്. അപ്പൊ അത് മൊത്തം എത്ര? വാട്ട് ഈസ് എ ടോട്ടൽ വെയിറ്റ്? അതിന്റെ ടോട്ടൽ വെയിറ്റ് എത്രയാണ്? ഈസി അല്ലേ? ഒരു പീസ് 250 ഗ്രാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ രണ്ടെണ്ണം എന്ന് പറയുമ്പോൾ 250 ഗ്രാം പ്ലസ് 250 ഗ്രാം ഈക്വൽസ് എത്ര വരും? 500 ഗ്രാംസ് അല്ലേ? ഇനി അതിന് വേറെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് വാട്ട് ഇഫ് ദ വെയിറ്റ് ഈസ് പുട്ട് ഇൻ കിലോഗ്രാംസ്? ഈ 500 ഗ്രാമിനെ നമ്മൾ കിലോഗ്രാമിലേക്ക് മാറ്റുകയാണെങ്കിൽ എത്ര വരും എന്നാണ് ചോദ്യം. 1000 ഗ്രാം ആണ് 1 കിലോഗ്രാം. അപ്പൊ 500 ഗ്രാം 1000ന്റെ പകുതി. 500 ഗ്രാം എന്ന് പറയുമ്പോൾ എത്ര വരും? 1 കിലോന്റെ പകുതി. ഒന്നിന്റെ പകുതി എന്ന് പറഞ്ഞാൽ ഹാഫ് അല്ലേ? അപ്പൊ 1/2 കിലോഗ്രാം എന്ന് വരും. ഈസി അല്ലേ? അടുത്തത് വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് 4 പീസസ് ഓഫ് റിബൺ ഈച്ച് ഓഫ് ലെങ്ത് 75 സെന്റിമീറ്റേഴ്സ്? 75 സെന്റിമീറ്റർ വീതം 4 പീസ് റിബൺ ഉണ്ട്. 75 സെന്റിമീറ്റർ വീതമാണ്. വാട്ട് ഇഫ് ദ ലെങ്ത് ഈസ് പുട്ട് ഇൻ മീറ്റർ? വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത്? അത് ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കണം. 75 സെന്റിമീറ്റർ ആണുള്ളത്. അങ്ങനത്തെ 4 പീസസ് ഉണ്ട്. പ്ലസ് 75 പ്ലസ് 75 നമ്മൾ എന്ത് ചെയ്യാ? ഒരേ നമ്പറുകൾ ഇങ്ങനെ കുറെ പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻറ്റു ചെയ്താൽ പോരെ? 45 × 4 ചെയ്താൽ മതി അല്ലേ? അപ്പൊ എത്ര വരും? അപ്പൊ ഈക്വൽസ് 300 സെന്റിമീറ്റർ ആണ് മൊത്തം ഈ റിബണിന്റെ നീളം എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ നമുക്ക് 4 പീസസ് ഓഫ് റിബൺ ഈക്വൽ ആണ് അതിന്റെ നീളം. ഓരോന്നും 75 സെന്റിമീറ്റർ വീതമുണ്ട്. അപ്പൊ 300 സെന്റിമീറ്റർ കിട്ടി. ഓക്കെ, വാട്ട് ഇഫ് ദ ലെങ്ത് ഈസ് പുട്ട് ഇൻ മീറ്റേഴ്സ്? ഇനി ഇത് മീറ്ററിലേക്ക് മാറ്റുമ്പോൾ എത്രയാണ്? മീറ്ററിലേക്ക് മാറ്റുമ്പോൾ എത്രയാണ് എന്നറിയണമെങ്കിൽ 1 മീറ്റർ എന്നാൽ എത്ര സെന്റിമീറ്റർ ആണ് എന്ന് നമുക്കറിയണം. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണ് നമ്മൾ പഠിച്ചിട്ടില്ലേ? 100 സെന്റിമീറ്റർ. 1 മീറ്റർ എന്നാൽ 100 സെന്റിമീറ്റർ ആണ്. അപ്പോ 300 സെന്റിമീറ്റർ എന്നാൽ എത്ര മീറ്റർ ആവും? എത്രയാവും? 100 എന്നാൽ 1 മീറ്റർ. 2 സീറോ കളഞ്ഞു 1 മീറ്റർ. അപ്പൊ 300 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര മീറ്റർ ആവും? 300ന്റെ 2 സീറോ കളഞ്ഞാൽ മതി അല്ലേ? അപ്പൊ 3 മീറ്റർ. അതിന് ഡിവൈഡ് ബൈ 100 എന്നും വേണമെങ്കിൽ പറയാം. എത്രയാണ്? മീറ്ററിലേക്ക് മാറ്റുമ്പോൾ എത്ര മീറ്റർ ആണെന്ന് പറയാ? 3 മീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ. 1 cup can hold 1/3 ലിറ്റർ ഓഫ് മിൽക്ക്. ഒരു കപ്പില് 1/3 ലിറ്റർ മിൽക്ക് കൊള്ളും. 1/3 ലിറ്റർ ആണ് കൊള്ളുക ഒരു കപ്പില്. Then how much milk can we pour in 2 cups? ഇതേ അളവിലുള്ള ഒരു കപ്പ് കൂടി എടുത്തു. അപ്പൊ 2 കപ്പായി മൊത്തം. ഈ 2 കപ്പിലും കൂടി നമുക്ക് എത്ര മിൽക്ക് ഒഴിക്കാൻ പറ്റും? അപ്പൊ ഒരു കപ്പിൽ 1/3 ആവുമ്പോ 2 കപ്പിൽ എത്ര വരാ? പ്ലസ് 1/3. 1/3 പ്ലസ് 1/3 എത്ര? ഫ്രാക്ഷന്റെ അഡിഷൻ പഠിച്ചിട്ടുണ്ടോ മുൻ ക്ലാസ്സിൽ? ഫ്രാക്ഷന്റെ അഡിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ വരാ? ന്യൂമറേറ്റർ നമ്മൾ ആഡ് ചെയ്യാം. ഡിനോമിനേറ്റർ ഈക്വൽ ആണെങ്കിൽ ഡിനോമിനേറ്ററിന് ഒന്നും ചെയ്യാൻ പാടില്ല. അത് അങ്ങനെ തന്നെ ഇടണം. എഡിഷൻ ആയാലും സബ്ട്രാക്ഷൻ ആയാലും ഡിനോമിനേറ്ററിനെ തൊട്ട് പോരുത്. എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിനെ മാത്രം ആഡ് ചെയ്യുക ഓർ സബ്ട്രാക്ട് ചെയ്യുക. ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ ഇടണം. ഡിനോമിനേറ്റർ രണ്ടും ഈക്വൽ ആണെങ്കിൽ മാത്രം. അല്ലെങ്കിൽ പിന്നെ LCM കണ്ടുപിടിച്ച് LCM കൊണ്ട് ഇൻഡു ചെയ്ത് ഇതിന്റെ ഡിനോമിനേറ്ററിന് രണ്ടിന് ഈക്വൽ ആക്കിയിട്ടൊക്കെ വേണ്ടി വരും. എനിക്ക് മുൻ ക്ലാസ്സുകളിലത്തെ ബുക്ക് ഞാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല നിങ്ങളത് പഠിച്ചിട്ടുണ്ടോ എന്ന്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞേ? ന്യൂമറേറ്റർ മാത്രം ആഡ് ചെയ്യാം. ആദ്യം തന്നെ നോക്കണം ഫ്രാക്ഷൻസ് ആഡ് ചെയ്യണമെന്നാൽ ഡിനോമിനേറ്റർ ഈക്വൽ ആണോ നോക്കൂ. ഡിനോമിനേറ്റർ രണ്ടും ഈക്വൽ അല്ലേ? 1/3 രണ്ടും ഈക്വൽ ആണ് അല്ലേ? അപ്പൊ നമ്മുടെ ആൻസറിലും ഡിനോമിനേറ്റർ സെയിം തന്നെയാണ് വരിക. ഇനി നമുക്ക് ന്യൂമറേറ്റർ മാത്രം ആഡ് ചെയ്യാം. അംശങ്ങൾ മാത്രം ആഡ് ചെയ്യാം. ഇതിന്റെ അംശം 1 ആണ്, ഇതിന്റെയും 1 ആണ്. അപ്പൊ 1 + 1 അത് രണ്ടും കൂടി ആഡ് ചെയ്ത് എത്ര വന്നു? 2/3 ലിറ്റർ. ഓക്കെ, അപ്പോ ഒരു കപ്പില് 1/3 ലിറ്റർ മിൽക്ക് ആണ് കൊള്ളുക. അപ്പൊ അതേപോലെയുള്ള 2 കപ്പില് എത്ര മിൽക്ക് നമുക്ക് ഒഴിക്കാൻ പറ്റും? 2/3 ലിറ്റർ. ഓക്കെ, ഇൻ 4 കപ്സ് ഇതുപോലെ 4 കപ്പ് ഉണ്ടെങ്കിലോ? 4 കപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 1/3 + 1/3 + 1/3 + 1/3 അല്ലേ? 4 എണ്ണം ഉണ്ടെങ്കിൽ 4 എണ്ണം ആഡ് ചെയ്യണം.
അപ്പോൾ 4 ആഡ് ചെയ്യാൻ വന്നാൽ എത്ര ആഡ് ചെയ്യാൻ ഫ്രാക്ഷനിൽ ആഡ് ചെയ്യുന്ന ഡിനോമിനേറ്ററിന് ഒന്നും ചെയ്യാൻ പാടില്ല. ഡിനോമിനേറ്റർ നമ്മൾ എന്ത് ചെയ്തു? 3 ആണ്. ആ 3 തന്നെ എടുത്ത് എഴുതി. ന്യൂമറേറ്ററുകൾ മാത്രം എടുത്ത് ആഡ് ചെയ്യണം. 1 + 1 + 1 + 1 ഈക്വൽസ് എത്രയാ? 4/3. അപ്പൊ എത്ര കൊള്ളും? 4/3 കൊള്ളും. ഈ 4/3 എടുക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയില്ല അല്ലേ? എപ്പോഴും ന്യൂമറേറ്റർ ചെറിയ നമ്പറും ഡിനോമിനേറ്റർ വലിയ നമ്പറും ആകുമ്പോഴാണ് ആ ഫ്രാക്ഷൻ കാണാൻ ഒരു ഭംഗിയുള്ളൂ. അല്ലെങ്കിൽ എന്തോ ഒരു ഭംഗി കുറവ് പോലെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക്? എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ന്യൂമറേറ്റർ ചെറുതാക്കിയിട്ട് ഡിനോമിനേറ്ററിനെ വലുതാക്കണ പോലെ ഇതിനെ മാറ്റാൻ പറ്റുമോ? അപ്പൊ ഞാൻ പറഞ്ഞു ഫ്രാക്ഷനെ 4/3 നമുക്ക് ഇങ്ങനെയും എഴുതാം. 4/3 ഇങ്ങനെ ചെയ്താൽ എത്ര കിട്ടും? നമുക്ക് 4നെ 3 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഇതുപോലെ ഇട്ടിട്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഇതിന്റെ ഫ്രാക്ഷനൊക്കെ എഴുതാൻ സുഖം ഉണ്ടാവുള്ളൂ. 3 4 എത്ര പ്രാവശ്യം പോവും? ഒറ്റ പ്രാവശ്യം പോവുള്ളൂ അല്ലേ? 3. ലാസ്റ്റ് റിമൈൻഡർ നമുക്ക് 1 കിട്ടി. അവിടെ കൊണ്ട് അവസാനിപ്പിക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് എത്രയാണ് ഉത്തരം കിട്ടിയിരിക്കുന്നത്? ഉത്തരം കിട്ടിയിരിക്കുന്നത് 1. അപ്പോൾ 1 ആദ്യം എടുത്ത് എഴുതണം. എന്നിട്ട് നമുക്ക് എത്രയാണ് റിമൈൻഡർ കിട്ടിയത്? ആ റിമൈൻഡർ കിട്ടിയ നമ്പർ മുകളിൽ എഴുതിയിട്ട് താഴെ എത്ര കൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് അത് താഴെ. അത് എത്ര കൊണ്ടാണ് ഡിവൈഡ് ചെയ്തതെന്ന് ആലോചിക്കേണ്ട. ഈ ചോദ്യത്തിലത്തെ ഡിനോമിനേറ്റർ ഏതാ അത് തന്നെയാണ് വരിക. അതുകൊണ്ടാണല്ലോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ അത് തന്നെ താഴെ വരും. ഡിനോമിനേറ്ററിനെ മാറ്റില്ല. ന്യൂമറേറ്റർ എന്താ വരാ? എത്രയാണ് നമുക്ക് റിമൈൻഡർ വന്നത്? ശിഷ്ടം. നമ്മൾ ഹരിച്ചപ്പോൾ ശിഷ്ടം കിട്ടിയത് എത്രയാണ് ലാസ്റ്റ് വന്നത്? അത് മുകളിൽ വരും. അപ്പൊ നമുക്ക് ഈ 4/3 നമുക്ക് ഇങ്ങനെ എഴുതാം. 1 and 1/3 ലിറ്റേഴ്സ്. അതായത് 1 ലിറ്റർ ഉണ്ട്. അത് ഹോൾ നമ്പർ ആണ്. മൊത്തം 1 ലിറ്റർ വരും. പിന്നെ 1/3 വരും. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ എളുപ്പം. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. 1/3 1/3 1/3 അങ്ങനെ 3 1/3 വരുമ്പോൾ 3/3 ആയി. 3/3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3ഉം 3ഉം ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും അല്ലെ? 3/3 എന്ന് പറയുമ്പോൾ 3/3 3 ഒരു വട്ടം പോയി. അപ്പോൾ അങ്ങനെ 1 വന്നു. ഇവിടെ കഴിഞ്ഞ് വന്നപ്പോൾ 1 വന്നു. ബാക്കി ഒരു 1/3 ഉണ്ട്. അത് അപ്പോൾ 1 and 1/3 അത് തന്നെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ആലോചിച്ച് ചിന്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. എനിക്ക് തോന്നുന്നു എനിക്ക് ഇങ്ങനെയാണ് എളുപ്പം തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ടെക്സ്റ്റിൽ ഈ ടൈപ്പാണ് എടുക്കണത്. നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. മനസ്സിലായില്ലേ? ഓക്കെ, ഇതെങ്ങനെയാണെന്ന് മനസ്സിലായാലും ഇനി കൂടുതൽ എക്സാമ്പിൾ ചെയ്യുമ്പോൾ നന്നായിട്ട് മനസ്സിലായി. ഇനി ഈ പേജ് നമ്പർ 30 കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അത് നമുക്ക് നോക്കി നോക്കാം. അത് എന്താണെന്ന് അറിയാമോ? മൾട്ടിപ്ലിക്കേഷൻ ഒരു പാർട്ടാണ് കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 9 liters of milk is equally shared by 4 kids. How much does each get? 9 liters of milk ഉണ്ട് നമ്മുടെ കയ്യിൽ. 4 kids ഉണ്ട്, 4 കുട്ടികളും ഉണ്ട്. ഈ 9 ലിറ്ററിനെ നമുക്ക് 4 കുട്ടികൾക്കായിട്ട് ഭാഗിക്കണം. അപ്പോൾ ഒരാൾക്ക് യെസ് ഹൗ മച്ച് ഡസ് ഈച്ച് ഗെറ്റ്? ഓരോരുത്തർക്കും എത്ര വീതം കിട്ടും? 9 liters ഓഫ് മിൽക്ക് ആണ് ഉള്ളത്. അത് 8 liters ആണെങ്കിൽ സുഖമായിരുന്നു അല്ലേ? 8 liters ആണ് മിൽക്ക് വെച്ചെങ്കിൽ 4 കിഡ്സ് ഉണ്ട്. അവർക്ക് എത്ര വീതം നമുക്ക് കൊടുക്കാൻ പറ്റും? 2 liters 2 liters 2 liters വീതം കൊടുക്കാൻ പറ്റുമായിരുന്നു. 8 liters മിൽക്കിന് 4 മിൽക്ക്. ഇത് 9 ആയപ്പോൾ എന്ത് ചെയ്യും? ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. 9ത്തെ 8ന് എടുത്തിട്ട് 2 ലിറ്റർ 2 ലിറ്റർ 2 ലിറ്റർ വീതം കൊടുത്തു. ബാക്കി 9ൽ എത്ര ബാക്കിയുണ്ട്? 1 ലിറ്റർ അല്ല, 8 ലിറ്റർ ഇങ്ങനെ കൊടുത്തു. ബാക്കി 1 ലിറ്റർ ബാക്കിയുണ്ട്. ഈ 1 ഇനി 4 ഭാഗമാക്കുമ്പോൾ 4 ഈക്വൽ ഭാഗങ്ങളാക്കുമ്പോൾ എത്ര വരാം? 1/4 വീതം വരും അല്ലെ? അപ്പോൾ 1 2 ആൻഡ് ഇത്രയ്ക്കും കൂടി ഇതിൻ്റെ ഒപ്പം കൂടി 2 and 1/4 ലിറ്റർ. ഇങ്ങനെ വേണമെങ്കിൽ നോക്കാം. അതല്ലെങ്കിൽ ഇനി വേറൊരു രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് 9 liters ആണ് മൊത്തമുള്ളത്. 4 കുട്ടികൾക്കായിട്ടാണ് ഭാഗിക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യും? 9 divided by 4. 9നെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 4 ഈക്വൽ പാർട്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. അപ്പം 9 divided by 4. അപ്പം 9നെ നമുക്ക് 4 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 4 9ൽ എത്ര ടൈംസ് പോവും? 2 times 8. ബാക്കി 1 റിമൈൻഡർ കിട്ടി. അവിടെ നമ്മൾ നിർത്തണം. എത്രയാണോ ആൻസർ എഴുതിയത്? 2. അത് എടുത്ത് എഴുതാം. റിമൈൻഡർ എത്രയാണത്? അത് മുകളിൽ എഴുതണം. ഡിനോമിനേറ്റർ എത്ര കൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് അത് താഴെ എഴുതണം.
2 and 1/4 liters എന്ന് കിട്ടും. ഇങ്ങനെയായാലും ആൻസർ കറക്റ്റാണ്. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ മറ്റേ രീതിയിൽ ചെയ്യാം. അതിന് തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. വാട്ട് ഇഫ് ഇറ്റ് വേർ ഷെയർഡ് ബൈ 3? ഇനി 3 പേര് വീതമാണ്, 3 കിഡ്സ് ഉള്ളൂ എന്ന് വിചാരിക്കും. 9 ലിറ്റേഴ്സ് മിൽക്ക്. അപ്പോൾ ഈ 3 കുട്ടികൾക്കായിട്ട് നമുക്ക് ഭാഗിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അസുഖല്ലേ, 9 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഉണ്ട്, അതിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം എത്ര വീതം കിട്ടും? 3 ലിറ്റേഴ്സ് വീതം ഓരോ കുട്ടികൾക്കും കിട്ടും. ഇത് എളുപ്പമാണ് അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 6 kilograms of rice is packed into 4 identical bags. How much rice is in each bag? ഓരോ ബാഗിലും എത്ര വീതം വരും? എത്രയുണ്ട് മൊത്തം റൈസ്? 6 കിലോഗ്രാം ആണ് റൈസ് ഉള്ളത്. 6 കിലോഗ്രാം റൈസ് ഉണ്ട്. ഇതിനെ നമുക്ക് എത്ര ബാഗിലാണ്? 4 ബാഗിലാക്കിയിട്ട് ഈക്വൽ ആയിട്ട് ഭാഗിക്കണം. 4 ബാഗിൽ. അപ്പോൾ നമുക്ക് ഒരു 2 തരത്തിൽ ചെയ്യാം. ഒരു തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഓരോ കിലോഗ്രാം വീതം ഓരോ ബാഗിലേക്കും ആദ്യം നമുക്ക് എടുക്കാം അല്ലേ? അങ്ങനെ 1 കിലോഗ്രാം വീതം 4 ബാഗിൽ നിറച്ചു. അപ്പോൾ ഈ 6ൽ നിന്നും 4 കിലോഗ്രാം പോയി. ഇനി ബാക്കി 2 ഉണ്ട്. ഇനി ഈ 2നെ ഈക്വൽ ആയിട്ട് 4 എണ്ണത്തിൽ കൂടി നിറയ്ക്കണം. അപ്പോൾ 2 കിലോഗ്രാമിന് ഇങ്ങനെ നമ്മൾ ഈക്വൽ ആയിട്ട് ബാക്കി 2 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 2000 ഗ്രാംസ് ആണ്. അതിനെ 500 ഗ്രാം 500 ഗ്രാം 500 ഗ്രാം 500 ഗ്രാം അങ്ങനെ നമുക്ക് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 500 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2 കിലോ അല്ലേ? അപ്പോൾ ഓരോ 1/2 കിലോ കൂടി ഈ ഓരോ ബാഗിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പം എന്തായി? 6 കിലോഗ്രാം കഴിഞ്ഞില്ലേ? ഇനി മറ്റേ ടൈപ്പ്, അതായത് 6നെയാണ് നമുക്ക് 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? 6 ഡിവൈഡഡ് ബൈ 4. നമുക്ക് 6നെ ഡിവൈഡ് ചെയ്ത് നോക്കാം. 4 6ൽ ഒരു പ്രാവശ്യം, ബാക്കി 4 2. അവിടെ നമുക്ക് നിർത്താം. ആൻസർ കിട്ടിയത് എത്രയാണോ അതെടുത്ത് എഴുതണം. റിമൈൻഡർ വന്ന് നമ്മൾ മുകളിൽ എഴുതണം. ബൈ ഇനി എത്ര കൊണ്ടാണോ നമ്മൾ ഡിവൈഡ് ചെയ്തത് അത് താഴെ എഴുതണം. 1 and 2/4 കിലോഗ്രാം. ഇനി 2/4 എന്ന് പറയുന്ന ഫ്രാക്ഷൻ നമ്മുടെ ഒരു പ്രത്യേകതയുണ്ട്. ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ അത് ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിലായിരിക്കും, ഏറ്റവും ലോവസ്റ്റ് ഫോമിലായിരിക്കണം അത് കിടക്കുന്നുണ്ടാവേണ്ടത്. അതായത് ഇപ്പൊ 2/4 എന്ന് പറയുന്നത് ലോവസ്റ്റ് ഫോം അല്ല. ലോവസ്റ്റ് ഫോമിനെ എങ്ങനെയാക്കാൻ വെച്ചാൽ അതിൽ 2ലും കൂടിയിട്ട് 1 മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പാടുള്ളൂ. വേറെ ഒന്നും അതിൽ 2ലും ഡിവൈഡ് ചെയ്ത് പോകണം. ഒരൊറ്റ നമ്പർ വേറെ പാടില്ല, 1 ഒഴിച്ച്. മനസ്സിലായി? ഇപ്പം 2/4ൽ 1 2ലും പോകും. പിന്നെ ഇതിൽ 2ലും 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഇല്ലേ? 2 കൊണ്ട് 2നെ നമുക്ക് ഒരെണ്ണത്തിന് ഒരു നമ്പർ കൊണ്ടും ഒരെണ്ണത്തിനെ വേറൊരു നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്യരുത്. എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യണേ അത് വെച്ചിട്ട് 2നെയും ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടും. അപ്പോൾ 1/2. ഇനി അതിൽ വല്ല നമ്പറും പോകുന്നു നോക്കിയാൽ 1/2ൽ ഇനി വല്ലതും പോകും. 2ലും 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് പോകുമോ? ഇല്ല. അപ്പോൾ ഫ്രാക്ഷൻ ആക്കി നമ്മൾ ഇട്ട് കഴിയുമ്പോൾ അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൽ 2ൽ ഇപ്പോൾ ഒരു ഫ്രാക്ഷൻ നമുക്ക് 6/9 കിട്ടിയെന്ന് വിചാരിക്കും. 6/9 അതായത് ഒരു സാധനത്തിനെ 9 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് അതിൻ്റെ 6 ഭാഗം നടത്താം അല്ലേ? 6/9 ഇങ്ങനെ ഫ്രാക്ഷനൊക്കെ ഇടാം. പക്ഷേ എപ്പോഴും ഫ്രാക്ഷൻ ആക്കി എങ്ങനെ ഇടാമെന്ന് ഞാൻ പറഞ്ഞേ, അതിൽ വേറെ 1 മാത്രമേ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പാടുള്ളൂ. വേറെ ഒന്നും കൊണ്ടും അത് ഡിവൈഡ് ചെയ്ത് പോകാൻ പാടില്ല. 6ഉം 9ഉം നോക്കി സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 6ലും 9ലും 3 പോവും ഇല്ലേ? 6ൽ 3 2 പ്രാവശ്യം പോവും, 9ൽ 3 3 പ്രാവശ്യം പോവും ഇല്ലേ? അപ്പം ഇത് എത്ര കിട്ടി? 2/3 എന്ന് കിട്ടി. ഈ 2/3 ഇനിയും ചെറുതാക്കാൻ പറ്റുമെന്ന് നോക്കിയേ. 2ലും 3ലും ഒരുമിച്ച് പോണ വല്ല നമ്പർ ഉണ്ടോ? ഇല്ല, 1 മാത്രമേ പോകുള്ളൂ. 2ൽ 1 പോവും, 3ലും 1 പോവും. 1 നോക്കണ്ട, 1 ഒഴിച്ച് 2 തൊട്ടുള്ള ഏതെങ്കിലും നമ്പർ പോകുന്നതാണ് നമുക്ക് അറിയേണ്ടത്. അത് പോയില്ലെങ്കിൽ അത് ഏറ്റവും ലോവസ്റ്റ് ഫോമിലേക്ക് അതിനെ മാറ്റി ഇനി അതിനെ ഫ്രാക്ഷനാക്കി നമുക്ക് എഴുതാം. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഇത് മറ്റേ മെത്തേഡിലാണ് ചെയ്യണതെങ്കിൽ, ഇങ്ങനെ ഡിവൈഡ് ചെയ്തൊക്കെ ചെയ്യണമെങ്കിൽ 2/4 അങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ 6/9 അങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിനൊന്ന് ചെറുതാക്കി ഇടണം. മനസ്സിലായോ? വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്. What if it were packed into 2 bags? 2 ബാഗ് 6 കിലോഗ്രാം റൈസ് ആണുള്ളത്. 2 ബാഗുകളോ? ആ 2 ബാഗിലാണ് ഈക്വൽ ആയിട്ട് നിറയ്ക്കേണ്ടതെങ്കിൽ നമ്മൾ
രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? 6 രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 kg വീതം വരും ഓരോ ബാഗിലും അല്ലെ? 3 കിലോഗ്രാമിന്റെ വീതം 2 ബാഗാണ് തരാം. ഇനി ഏത് വേറെ ചോദ്യം ഉണ്ടോ? ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ. An 8 meter long string is cut into 3 equal parts. What is the length of each piece? An 8 meter ആണ് 8 meter നീളമുള്ള ഒരു സ്ട്രിങ്, ഒരു കമ്പി. 8 meters. അതിന് എത്ര ഈക്വൽ പാർട്സ് ആക്കണം എന്ന് പറയുന്നത്? 3 ഈക്വൽ പാർട്സ് ആക്കണം. 3 കൊണ്ട് 8 ഡിവൈഡ് ചെയ്യാൻ 9 ആയിരുന്നെങ്കിൽ നമുക്ക് സുഖമായിരുന്നു. 3 വീതം ഈച്ച് വന്നു. ഇതിപ്പോൾ നമുക്ക് 6 അതിൽ നിന്ന് എടുക്കാം. 6 അതിൽ നിന്ന് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ഈക്വൽ പാർട്സ് ആവുമ്പോൾ 2 മീറ്റർ 2 മീറ്റർ 2 മീറ്റർ വീതം വന്നു. ഇതിൽ നിന്ന് 6 പോയിട്ട് ബാക്കി 2 ഉണ്ട്. ഈ 2നെ നമുക്ക് എങ്ങനെയാണ് 3 ഭാഗങ്ങളാക്കാൻ പറ്റുക? 4 ഭാഗമാണെങ്കിൽ സുഖം 500 അര 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 വീതം കൊടുക്കായിരുന്നു. ഇതിപ്പം 2 മീറ്റർ ബാക്കിയുണ്ട്, അതിനെ ഇതാക്കാൻ പറയുമ്പോൾ ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പൊ നമുക്ക് മറ്റേ രീതിയിൽ ചെയ്യാം. എങ്ങനെ? ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യാം. 8 മീറ്റർ ആണ് മൊത്തം. ആ 8 മീറ്ററിനെ എത്ര ഭാഗമാക്കണം? 3 ഭാഗമാക്കണം. അപ്പൊ നമുക്ക് 8നെ 3 ആയിട്ടാണ് ഭാഗിക്കേണ്ടത്. അപ്പൊ 8നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 8 2 പ്രാവശ്യം 6, ബാക്കി 2 അവിടെ വെച്ച് നിർത്തി. നമുക്ക് എത്ര ആൻസർ കിട്ടിയിരിക്കുന്നത്? 2. എത്രയാണ് റിമൈൻഡർ വന്നത്? അത് മുകളിൽ എഴുതണം. എത്ര കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്? അത് താഴെ എഴുതണം. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയില്ലേ? 2 and 2/3 meters. അപ്പൊ മറ്റേ മെത്തേഡ് നമുക്ക് ചില സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പൊ ഈ രീതിയിൽ ചെയ്താലും മതി. ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. ഡിവൈഡ് ചെയ്തിട്ട് ഉത്തരം കിട്ടുന്നതാണ് ഹോൾ നമ്പർ ആയിട്ട് എഴുതേണ്ടത്. ദെൻ റിമൈൻഡർ എത്രയാണ്? അത് മുകളിലും എത്ര കൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് താഴെ വരാം. മനസ്സിലായില്ലേ? ഇനി വേറെ പ്രശ്നം എന്താ? വാട്ട് ഇഫ് ഇറ്റ് വർ കട്ട് ഇൻടു 6 ഈക്വൽ പാർട്സ്? ഈ 8 മീറ്ററിനെ 6 ഈക്വൽ പാർട്സ് ആക്കി കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? അപ്പൊ 8 ഡിവൈഡഡ് ബൈ 6 അല്ലെ? 6 ഈക്വൽ പാർട്സ് ആണ് ആക്കണ്ടേ. അപ്പൊ നമുക്ക് 8നെ ഇതിന്റെ പകുതി വരും അല്ലെ? ഇതിപ്പോ 3 ഈക്വൽ പാർട്സ് ആക്കിയേക്കുന്നത്. ഇനി ഇതിന്റെയും പകുതി ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6 ഈക്വൽ പാർട്സ് ആയി. നമുക്ക് 6 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 6 8 ഒരു പ്രാവശ്യം ഉള്ളൂ. 6 ബാക്കി 2. അപ്പൊ എന്താണ് ഉത്തരം വരിക? ഉത്തരം കിട്ടിയത് ഹോൾ നമ്പർ ആയിട്ട് നമ്മൾ എഴുതി. റിമൈൻഡർ മുകളിൽ വന്നു. എത്ര കൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് താഴെ എഴുതി. 2/6. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2/6 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതില് 2ലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2ലും 2 പോവും, 6ലും 2 പോവും ഇല്ലേ? അപ്പൊ നമുക്ക് ഇതിനൊന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ എന്തുണ്ടാവും? 2ൽ 2 ഒരു പ്രാവശ്യം പോയി, 6ൽ 3 പ്രാവശ്യം പോയി. അപ്പൊ എത്ര വരും? 1 and 1/3 അല്ലെ? സോറി, അയ്യോ 2 തന്നെ 1 and 1/3 മീറ്റർ വരും. ഇനി അത് തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. വാട്ട് ഇഫ് ഇറ്റ് വർ കട്ട് ഇൻടു 6 ഈക്വൽ പാർട്സ്? അപ്പൊ 8 മീറ്റേഴ്സ് ആണ് മൊത്തം നീളമുള്ളത്. അതിനെ 6 ഈക്വൽ പാർട്സ് ആക്കിയാൽ എങ്ങനെയിരിക്കും? 6 ഈക്വൽ പാർട്സ് ആക്കാന്ന് പറഞ്ഞാൽ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 8 ഡിവൈഡഡ് ബൈ 6. 6 8ൽ ഒരു പ്രാവശ്യം പോയി, 6 ബാക്കി 2. അപ്പൊ 1 ആണ് ഉത്തരം കിട്ടിയത്. 1 നമ്മൾ ഹോൾ നമ്പർ ആയിട്ട് എഴുതി. 2 ആണ് റിമൈൻഡർ, അത് മുകളിൽ എഴുതി. എത്ര കൊണ്ടാണോ നമ്മൾ ഡിവൈഡ് ചെയ്തത് താഴെ എഴുതി. 1 and 2/6 മീറ്റേഴ്സ് വരും. ഈ 2/6നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് സിംപ്ലിഫൈഡ് ഏറ്റവും ലോവസ്റ്റ് ഫോമിലല്ല അത് കിടക്കണം. ഇതിന് ഇനിയും നമുക്ക് ചെറുതാക്കാൻ പറ്റും. എങ്ങനെ ചെറുതാക്കാൻ പറ്റുക? 2ലും കൂടി ഡിവൈഡ് ചെയ്ത് പോണ നമ്പർ ഏതാണെന്ന് സൂക്ഷിച്ചു നോക്കൂ. 2ലും 2 പോവും, 6ലും 2 പോവും ഇല്ലേ? അപ്പൊ 2ല് 2 ഒരു പ്രാവശ്യം പോവും, 6ല് 2 3 പ്രാവശ്യം പോവും അല്ലെ? 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 അല്ലേ ഇടാ? അപ്പൊ നമുക്ക് ഒന്നുകൂടി സിംപ്ലിഫൈഡ് നമുക്ക് ഇതിനെ ചെറുതാക്കിയ രൂപത്തിലേക്ക് നമ്മൾ മാറ്റി. 1 and 1/3 meters വീതം ഉണ്ടാവും. 6 ഈക്വൽ പാർട്സ് ആക്കാണ്. നെക്സ്റ്റ് വൺ, a rectangle of area 7 square centimeters cut into 3 equal rectangles. ഒരു റെക്ടാംഗിൾ ഉണ്ടായിരുന്നു, അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 7 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. എത്രയാണ്? 7 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി അതിന് 3 ഈക്വൽ ആയിട്ടുള്ള റെക്ടാംഗിൾസ് ആയിട്ട് കട്ട് ചെയ്തു.
അപ്പോൾ ഒരെണ്ണത്തിന്റെ ഏരിയ എത്ര വരും? അപ്പൊ 7/3 അല്ലെ, 3 ആയിട്ടല്ലേ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോന്നിന്റെ വാട്ട് ഈസ് ഏരിയ ഓഫ് ഈച്ച് നമുക്ക് നോക്കി നോക്കാം. 3 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 2 പ്രാവശ്യം 6, ബാക്കി 9 കഴിഞ്ഞില്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാ? ആൻസർ കിട്ടിയ 2 നമ്മൾ എടുത്ത് എഴുതി, റിമൈൻഡർ കിട്ടിയ 1 മോളിൽ എഴുതി, ഡിവൈഡ് ചെയ്ത് 3 കൊണ്ടാണ് 3 എടുത്ത് എഴുതി. 2/3 സെന്റിമീറ്റർ സ്ക്വയർ വീതം വരും ഓരോ റെക്ടാങ്കിളും. വാട്ട് ഇഫ് ഇറ്റ് were cut into 4? 4 ഈക്വൽ പാർട്സ് ആയിട്ടായിരുന്നു കട്ട് ചെയ്തതെങ്കിൽ ഓരോ പീസും എത്ര വീതം വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് വരെ നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 7 സ്ക്വയർ സെന്റിമീറ്റർ 4 ഈക്വൽ പാർട്സ് പറയുമ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 7/4. അപ്പൊ ഒരു പ്രാവശ്യം പോയി, ബാക്കി എത്രയുണ്ട്? 3 ഉണ്ട്. അപ്പൊ എത്ര വരെ ഉത്തരം? 1. ഉത്തരം കിട്ടിയ 1 എടുത്ത് എഴുതി, 3 റിമൈൻഡർ മുകളിൽ എഴുതി, 4 താഴത്ത് എഴുതി. 1/3/4 സെന്റിമീറ്റർ സ്ക്വയർ, 1.25 സെന്റിമീറ്റർ സ്ക്വയർ വീതം വരും ഓരോ റെക്ടാങ്കിളും. മനസ്സിലായില്ലേ? ഇനി വേറെ ചോദ്യം ഉണ്ടാകുന്നുണ്ട്. 12 children are divided into 4 equal groups. How many children are there in each group? 12 children are divided into 4 equal groups. ഇതിന് നമുക്ക് കാലും ആരെയൊന്നും ഉണ്ടാവില്ല, കാരണം ഇത് കുട്ടികളുടെ എണ്ണമാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് 2.5 കുട്ടി 3.5 കുട്ടി എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇത് ഡിവൈഡ് ചെയ്ത് നോക്കണ്ട, നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും അല്ലെ. മൊത്തം 12 കുട്ടികളുണ്ട്, 12 ചിൽഡ്രൻ ഉണ്ട്. അതിനെ 4 ഈക്വൽ ഗ്രൂപ്പുകളാക്കി തിരിച്ചു. 4. അപ്പോൾ ഓരോന്നിലും ഇതിനെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പൊ എത്ര കിട്ടും? 12ൽ 4 എത്ര പ്രാവശ്യം പോകും? 3. അപ്പൊ 3 കുട്ടികൾ വീതം ഈച്ച് ഗ്രൂപ്പിലും വരും. What if they were divided into 3 groups? ഈ 12 കുട്ടികളെ 3 ഗ്രൂപ്പാക്കി തിരിച്ചെങ്കിൽ ഓരോ ഗ്രൂപ്പിൽ എത്ര പേര് വീതം വരാം? 4 പേര് വീതം വരും അല്ലെ. 3 ഗ്രൂപ്പാക്കി തിരിച്ചു. അപ്പൊ 4 4 8 4 12 അല്ലെ. 12 കുട്ടികൾ 4 പേരുള്ള 3 ഗ്രൂപ്പാക്കി മാറ്റി. ഇതുവരെ പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ.